കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ വർഷങ്ങളിലൊന്നാണ് 2026. കേരള സംസ്ഥാനം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. ആ അവസരത്തിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഉപാധ്യക്ഷ ആൻ സെബാസ്റ്റ്യനാണ്. കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ആ വ്യക്തിജീവിതത്തിലെ രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ ആൻ സെബാസ്റ്റ്യൻ മനസ്സ് തുറക്കുന്നുണ്ട്. ആൻ സെബാസ്റ്റ്യൻ, നമസ്കാരം. വെൽക്കം ടു ഗ്രൗണ്ട് സീറോ. താങ്ക് യു. നമ്മൾ KSUവിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ EMS സർക്കാരിനെ വരെ താഴെ ഇറക്കിയിട്ടുള്ള ഒരു ലെഗസി ഉള്ളൊരു സംഘടനയാണ് KSU. അതിൽ നിന്ന് ഇപ്പോൾ 2026 എത്തുമ്പോൾ UDFനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ വിജയം കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് KSU 2026 തെരഞ്ഞെടുപ്പിലേക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? ഇവിടെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട യുവജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പൊതുജനത്തിന് മുൻപിൽ എത്തിക്കാം. ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരു പോരാട്ടം എന്നും കൂടിയും പറയാം. ഓർമ്മപ്പെടുത്തലിനെ പോലും ഒരു സമരമായിട്ട് നമ്മൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രം വിദ്യാർത്ഥികളും മാതാപിതാക്കളും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയും ബുദ്ധിമുട്ടേണ്ടി വന്ന, ആശങ്കയിലാകേണ്ടി വന്ന സംഭവങ്ങളെ ഒരിക്കൽ കൂടി പോളിംഗ് ബൂത്തിൽ എത്തുന്നതിന് മുൻപ് പൊതുജനത്തെയും ഇവിടുത്തെ യുവജനങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രോസസ്സ്, അത് ചോദ്യോത്തരങ്ങളായിട്ട് ക്യൂസ് കോമ്പറ്റീഷൻ മോഡൽ ഇവരോട് സംവദിക്കാനുള്ള ഒരു ശ്രമം KSUവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. പിന്നെ പ്രശ്നങ്ങളും പരാതികളും എന്നതിനപ്പുറം ഇതിനൊക്കെ പരിഹാരം എന്താണ്, ഇതിൻ്റെ സൊല്യൂഷൻസ് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വിദ്യാഭ്യാസ കോൺക്ലേവിനോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തി ആ സൊല്യൂഷൻസ് പൊതുജനത്തിനും UDF നേതൃത്വത്തിനും KSU സമർപ്പിക്കും. അതുപോലെ പൊതുജന വിഷയങ്ങളെ, പൊതുജനത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇനി നടക്കാൻ പോകുന്ന സമരങ്ങളിലെല്ലാം എല്ലാ വിഷയങ്ങളിലും തന്നെ KSUവിൻ്റെ ഒരു പ്രാതിനിധ്യം ഉറപ്പായിരിക്കും. ഈ സമരങ്ങൾക്കപ്പുറം നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. 80-ലധികം സീറ്റുകൾ UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം KSUവിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചു ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. ആ ഏൽപ്പിച്ച സീറ്റുകൾ, ആ ഡിവിഷനുകളിൽ ഭൂരിഭാഗം സീറ്റുകളും നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം സീറ്റുകളിലും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് മത്സരിച്ച സീറ്റ് ലഭിച്ച മുഴുവൻ പെൺകുട്ടികളും ജയിച്ചു. ഇപ്പോൾ ഗൗജ ആയാലും ലിനറ്റ് ആയാലും ഇവയായാലും അമൃതപ്രിയ ആയാലും ജയിക്കാത്ത ഡിവിഷനുകളിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മുട്ടടയിലെ വൈഷ്ണയും മലപ്പുറത്തെ ആരതിയുടെ വിജയമൊക്കെ കേരളം ചർച്ച ചെയ്തതാണ്. അപ്പോൾ യുവജനങ്ങളെ അല്ലെങ്കിൽ യുവാക്കളുടെ ശബ്ദം അധികാരത്തിലെത്താൻ കേരള ജനത ആഗ്രഹിക്കുന്നു എന്ന റിസൾട്ടാണ് ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കോൺഫിഡൻസിൽ തന്നെയായിരിക്കും നമ്മൾ ഈ വരും തെരഞ്ഞെടുപ്പിനെ സംഘടനാപരമായി നേരിടാൻ പോകുന്നത്. അതായത് ഒരു ക്രിറ്റിസിസത്തിനേക്കാൾ ഉപരി ഒരു ഓൾട്ടർനേറ്റീവ് വിഷനോട് കൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ KSU ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായും. കാരണം ഇപ്പോഴത്തെ മനുഷ്യർ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്, അവരത് മനസ്സിലാക്കുന്നുണ്ട്. ബട്ട് അവർ ഡിമാൻഡ് ചെയ്യുന്നതും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സൊല്യൂഷൻസ് ഫസ്റ്റ് എന്നാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു പോസിറ്റീവ് നെറേറ്റീവിനെ ചേർത്ത് പിടിച്ചിട്ടായിരിക്കും KSU ഇലക്ഷനെ നേരിടാനായിട്ട് UDFനോടൊപ്പം ഉണ്ടാകും. ഞാനിപ്പോൾ 2022 KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ട് അല്ലെങ്കിൽ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ട് വരുന്നത്. പക്ഷേ ഇതൊരു ഒറ്റ ദിവസത്തെ യാത്രയല്ലോ, നമുക്കൊരു ജീവിതത്തിൻ്റെ ഒരു യാത്രയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ KSUവിൻ്റെ ഒരു പാരമ്പര്യത്തിലേക്ക് എത്തിപ്പെടുന്നത്? ഒരു ഒറ്റ ദിവസത്തെ സംഭവമല്ല, പക്ഷേ അതും പറഞ്ഞ് ചെറുപ്പം മുതലേ അങ്ങനെയും എനിക്ക് പറയാൻ പറ്റില്ല. ഞാനങ്ങനെ ഒരിക്കലും രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ചൈൽഡ്ഹുഡോ ടീനേജോ എനിക്ക് സ്വയോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ കോൺഗ്രസ് ചായവാണ്. അപ്പോൾ ഇങ്ങനെ പപ്പ INTUC, പപ്പയുടെ ഒരു ടീനേജ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ അവിടെ ചാലക്കുടിയിലെ നളൻ ചേട്ടൻ്റെ ഒപ്പം INTUCയിലെ സമരങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഒളിവിപ്പോയ കാര്യങ്ങൾ, അവരുടെ അങ്ങനത്തെ കഥകൾ നമ്മൾ കേൾക്കും. മമ്മി ആയാലും ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഇങ്ങനെ കോൺഗ്രസ്, നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ രക്തസാക്ഷിത്വമൊക്കെ വളരെ വൈകാരികമായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ പറഞ്ഞു തന്നുണ്ട്. പക്ഷെ നമ്മളിത് അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കൊരു ബന്ധമില്ലാത്ത ഏതോ മേഖലയാണെന്നാണ് അൺകോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷേ ആലുവ UC കോളേജിൽ പഠിക്കാൻ ചെന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയാം. കോളേജിൽ ചെന്നപ്പോൾ അവിടെ എനിക്ക് രാഷ്ട്രീയം അങ്ങനെ ഒട്ടും
സംസാരിക്കേണ്ട വരുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ KSU അന്ന് മത്സര രംഗത്തില്ലാതെ എന്ന് വെച്ചാൽ KSUവിന് ബേസുള്ള ക്യാമ്പസാണ്, പക്ഷേ ആ പർട്ടിക്കുലർ വർഷങ്ങളിൽ KSU മത്സരരംഗത്ത് പോലും ഇല്ലായിരുന്നു. അപ്പോൾ മറ്റ് പാർട്ടികൾ SFIയും ABVP ഒക്കെ വന്ന് എല്ലാവരും ക്യാമ്പയിനിങ്ങിന് പോകുമ്പോൾ ഞാനില്ല, ഞാൻ KSU ആണ് എന്ന് പറയാനുള്ള അത്രയുള്ള രാഷ്ട്രീയ ബോധ്യം അന്ന് ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൂടുതലൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ അവിടെ പ്രതിപക്ഷമായിട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ പിന്നീട് നമുക്ക് യൂണിയൻ പിടിക്കാനൊക്കെ പറ്റി. അവിടെ നിന്ന് UUC, പിന്നെ എറണാകുളം ജില്ലാ സെക്രട്ടറി, യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹി ആവാൻ പറ്റി. അങ്ങനെയാണ് സ്റ്റേറ്റ് കമ്മിറ്റി അങ്ങനെ എത്തുന്നത്. അപ്പോൾ ആ ഒരു ക്യാമ്പസിൻ്റെ ഓറിയൻറ്റേഷൻ തന്നെയാണ് എൻ്റെ രാഷ്ട്രീയത്തെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണാനുള്ള ബേസ് എനിക്ക് നൽകിയത്. ഇപ്പോൾ നിലവിലെ റിസർച്ച് സ്കോളറാണല്ലേ? റിസർച്ച് സ്കോളറാണ്. ടോപ്പിക്ക് റീകോളിംഗ് മെമ്മറീസ്, മാപ്പിംഗ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ കേരള. മെമ്മറി സ്റ്റഡീസ്, ഹിസ്റ്ററിയിലാണ് അപ്പം റിസർച്ച് ചെയ്യുന്നത്. ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ്. അപ്പം അതിൻ്റെ ഇടയിലൂടെയാണ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ ഒരു റിസർച്ചിലെ ഓർമ്മകൾ എങ്ങനെയാണ്? നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന സ്പീഡിലൊന്നും റിസർച്ച് നടക്കില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എനിക്ക് പോസിറ്റീവ് എന്ന് വെച്ചാൽ നല്ല ഡാറ്റ കളക്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ ടോപ്പിക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മുടെ പയ്യന്നൂരുള്ള അപ്പുക്കുട്ട പൊതുവാളും പിന്നെ അതുപോലെ അങ്കമാലിയിലെ ഗർവാസി സാറൊക്കെ അപ്പോൾ നമ്മൾ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ തൻ്റെ ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സൈക്കിൾ ചവിട്ടി ഖാദി നൂൽക്കുന്ന ഖാദി കുടിലുകളിൽ ചെന്ന് അതിൻ്റെ മെഷീനറീസൊക്കെ ശരിയാക്കി കൊടുത്ത ഒരു വ്യക്തിയാണ് അപ്പുക്കുട്ട പൊതുവാൾ. അപ്പോൾ അവരോട് നേരിട്ട് സംസാരിച്ച് അക്കാഡമിക്സിൻ്റെ ഭാഗമായിട്ടായാലും ഇവരുടെ അടുത്തൊക്കെ നേരിട്ടെത്തി ഇവരായിട്ട് സംസാരിച്ച് ഇവരുടെ പഴയ ഓർമ്മകൾ, ഈ പറയുന്ന നമ്മുടെ വിമോചന സമരത്തിൻ്റെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ലീഡ് ചെയ്തിട്ടുള്ള ആളാണ് ഗർവാസി സാർ. അപ്പോൾ അത് പിന്നെ ലീലാമ്മ ജോസ് പോലെയുള്ള കുറവലങ്ങാട് ക്യാമ്പിൻ്റെ ഓർമ്മകൾ, അപ്പോൾ അങ്ങനെ ഡാറ്റ കളക്ഷന് ഇവരുടെ അടുത്തെത്തി ഇവരിൽ നിന്നുള്ള അനുഭവങ്ങൾ കേൾക്കാൻ പറ്റിയത് ഒരു KSUക്കാരി എന്ന രീതിയിലും റിസർച്ച് സ്കോളർ എന്ന രീതിയിലും നമ്മൾ വളരെ ആസ്വദിക്കുകയും ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഒരേ സമയം ഇന്റർനാഷണൽ കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു ചരിത്ര അവബോധം കൂടി സൃഷ്ടിക്കലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയല്ലോ. ഇത് ഞാനൊരു പക്ഷേ ഈ റിസർച്ച് സ്കോളർ ആയില്ലായിരുന്നെങ്കിൽ ഇവരുടെ അടുത്ത് എത്തി ഇവരെ ഇൻ്റർവ്യൂ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് എനിക്ക് നേരിട്ട് കേൾക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാനത് ആത്മാർത്ഥമായിട്ട് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യം തന്നെ. ഒരു റിസർച്ച് സ്കോളർ എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ KSUവിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിലും ഇപ്പം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം വിമർശനങ്ങൾ കേൾക്കുന്ന ഒരു മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. അപ്പോൾ എങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വിലയിരുത്തുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ സാധ്യതകളും? അതിപ്പോൾ റിസർച്ച് സ്കോളർ ആയതുകൊണ്ട് മാത്രമല്ല, ഒരു കേരളത്തിലെ ഭൂരിഭാഗം മനുഷ്യർക്ക് ഇപ്പോൾ ഉള്ള ഒരു ആശങ്ക ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നമുക്കും ഉണ്ട്. അപ്പോൾ ഇതെന്താ ഇപ്പോൾ റിസർച്ച് സ്കോളർ എന്ന രീതിയിലാണ് ചോദ്യമെങ്കിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഒരു കുറേ കാലം മുന്നേ വരെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വലിയ ഭൂരിപക്ഷം ഒഴുകുന്ന ഒരു കാര്യമായിരുന്നു കേരളത്തിൽ. പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് സോഷ്യൽ സയൻസിൽ വരെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത് കൂടുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അവർക്കുള്ള സ്കോളർഷിപ്പ് അവസരങ്ങൾ എന്താണെന്നുള്ളത് അത് സർക്കാർ ആരും ചോദിച്ചില്ലെങ്കിലും സമരം ചെയ്തില്ലെങ്കിലും പരിഹാരം കണ്ടെത്തേണ്ടതാണ്. അതുപോലെ തന്നെ FIUGPയും റിസർച്ചൊക്കെ കൂടി കുഴഞ്ഞു കിടക്കുന്ന ക്യാമ്പസുകളേ ഉള്ളൂ. റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ഒരൊറ്റ ക്യാമ്പസ് പോലും കേരള സംസ്ഥാനത്തില്ല എന്നുള്ളത്, അത് ലൈബ്രറിയുടെ സമയം പോലും റെസ്ട്രിക്റ്റ് ആയിട്ടാണ് ഭൂരിഭാഗം കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അപ്ഡേഷൻ ഇല്ല എന്നുള്ളത് വലിയ പരാതിയാണ്. അത് വളരെ ചെറിയ കാര്യമായിട്ടാണ് അധികാരികൾ പക്ഷേ അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ. കാരണം 1960കളിലെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് മാതൃ സർവകലാശാല എന്ന് പറയുന്ന കേരള യൂണിവേഴ്സിറ്റി പോലും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിദ്യാർത്ഥികളുടെ ബേസിക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രേസ് മാർക്ക് അപ്ഡേഷൻസ് പോലും പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യാൻ നമ്മുടെ സർവകലാശാലകൾക്ക് സാധിച്ചിട്ടില്ല എന്ന പോലെ ഒരുപാട് വിഷയങ്ങൾ പൊളിറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ കീം വിഷയത്തിൽ നമുക്കൊരു ഇൻ്റർനാഷണൽ പോളിസിയോ അല്ലെങ്കിൽ മറ്റ് കാലാവസ്ഥ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഒരു ക്രൈസിസ് ഉണ്ടാവല്ല ചെയ്യണേ. വിദ്യാഭ്യാസ മന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അശ്രദ്ധ കൊണ്ട്, പിടിപ്പുകേട് കൊണ്ട് മാത്രം അത്രയും വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ ആശങ്കയിലാവാണ്, പ്രതിസന്ധിയിലാവാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി സർക്കാരിനെ തന്നെ ഇവർ നോക്കുമ്പോൾ സർക്കാർ അങ്ങ് എന്താ പറയുക, അങ്ങ് ഡിഫെൻഡ് ചെയ്ത് മുട്ടാപ്പോക്കെന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ആശങ്കയുണ്ട്. അപ്പോൾ ഈ സംഭവ വികാസങ്ങളെയെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തൊഴിലവസരങ്ങൾ ഇല്ലാത്തതിൻ്റെ ഇതിൽ നമുക്ക്
18 1.5 ലക്ഷം ആണ് വിദ്യാർത്ഥി മൈഗ്രേഷൻ എങ്കിൽ ഒരു 5 കൊല്ലം 2022 ആവുമ്പോൾ 2.5 ലക്ഷത്തിലധികം ആവാണ്. അത് യൂത്ത് മൈഗ്രേഷൻ അല്ല, വിദ്യാർത്ഥി സ്റ്റുഡൻറ് മൈഗ്രേഷൻ്റെ മാത്രം ഒരു കണക്കുകളാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന കണക്കുകൾ. അപ്പോൾ നമുക്കൊരു വലിയ റെവല്യൂഷൻ, വലിയ മാറ്റം ഈ മേഖലയിൽ അടിയന്തരമായിട്ട് ആവശ്യമുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പറ്റിയിട്ടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു ഓൾട്ടർനേറ്റീവ് വിഷനാണ് KSU അതിലും പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിൽക്കുമ്പോൾ തന്നെ, റിസർച്ച് നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു മേഖലയാണല്ലോ വായന എന്ന് പറയുന്നത്. ഇതിനെ ഫില്ല് ചെയ്യുക എന്നുള്ളൊരു ആവശ്യം വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വായിക്കുന്ന ശീലം, എങ്ങനെയാണ് അതിന് സമയം കിട്ടാറുണ്ടോ ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഇടയിൽ? 2025 വായനകളൊക്കെ എങ്ങനെയാണ്? അല്ല, നമ്മൾ വളരെ തിരക്കുള്ളവരും വലിയ നേതാക്കൾ പോലും ഇയർ എൻഡിങ്ങിൽ അവർ വായിച്ചു അത്രയും ബുക്കിൻ്റെ ഒക്കെ അളവിടുമ്പോൾ നമ്മളത് അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. പക്ഷേ അങ്ങനെ വലിയ അങ്ങനെ വായന ശീലം ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇതാണ് റിസർച്ചുമായി, എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ മെയിൻ സോഴ്സാണ് ഓട്ടോബയോഗ്രഫീസ്. ഒരു പ്രധാനപ്പെട്ട പ്രൈമറി സോഴ്സാണ് എൻ്റെ ടോപ്പിക്കിൽ. അപ്പോൾ അങ്ങനെ കുറേ വായനയും മറ്റു പൊതുവായനയും ഉള്ളത് കാരണം വായന കുറവായിട്ടാണ് വന്നത്. പക്ഷേ 2025 ഞാൻ കുറച്ച് കോൺഷ്യസ് ആയിട്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രധാനമായിട്ടും 2025 വായിച്ച പുസ്തകങ്ങൾ എന്നുള്ള രീതി നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്? 2025 എല്ലാവരും, എനിക്ക് ഭൂരിഭാഗം പേരും പറയുന്ന പുസ്തകം തന്നെയാണ് എൻ്റെയും ഫേവറേറ്റ്, ദ ബെസ്റ്റ്, അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ, നോ ഡൗട്ട്. അത് അത്രയും മനോഹരമായിട്ടുള്ള പുസ്തകം. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ മെൻ്റൽ ഹെൽത്തും ട്രോമയൊക്കെ കുറേ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് അവനവനെ തന്നെ വിലയിരുത്തിയിട്ടുള്ള, അവനവനെ തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക്. അതുപോലെ ചെറുപ്പക്കാലം, ഒരു പെൺകുട്ടിയുടെ ബാല്യകാലവും ടീനേജും ഒക്കെ പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന അനുഭവങ്ങൾ, ആ ഭാരം ചുമന്നുകൊണ്ട് തന്നെ യൗവനത്തിലേക്കും ഒക്കെ കടക്കുന്ന ഒരു വ്യക്തി. പക്ഷേ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്, നമ്മൾ ട്രോമ നമ്മൾ ക്യാരി ചെയ്യും, അത് സ്വാഭാവികമാണ്. പക്ഷേ സ്വയം അതിനെല്ലാം ഹീൽ ചെയ്യാണ് ഒരു കാലം കഴിയുമ്പോൾ. ആ കഥ ഇങ്ങനെ എൻ്റെ വി ക്യാൻ ഫീൽ ദാറ്റ് ആ ഒരു ഹീലിംഗ് നമുക്കതിൽ വായിച്ച് ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ നമുക്കത് കിട്ടും. അപ്പോൾ എല്ലാവരും പറഞ്ഞ തന്നെയായിരിക്കും, മദർ മേരി കംസ് ടു മീ തന്നെയാണ് എനിക്ക് ഏറ്റവും ഈ വർഷം വായിച്ചത്. പിന്നെ സുധാ മേനോൻ്റെ ഇന്ത്യ എന്ന ആശയം ഭയങ്കര എല്ലാവരും വായിക്കേണ്ട ഒരു ബുക്ക് അടിസ്ഥാനപരമായിട്ട്. കാരണം കേരളത്തിലൊക്കെ നിന്നുകൊണ്ട് നമ്മളങ്ങനെ കോൺഗ്രസിനെ പൂർണ്ണമായി അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ദേശീയ പ്രസ്ഥാനത്തെ, ദേശീയ നേതാക്കളെയൊക്കെ അങ്ങനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലാണ് നമുക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ കുറേ സംഘടനകളൊക്കെ അങ്ങനെയാണ് ഫീഡ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ വളരെ എന്ന് വെച്ചാൽ അൺക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള, അത് നേതാക്കളുടെ ഇന്ദിരാഗാന്ധിയുടെയോ രാജീവ് ഗാന്ധിയുടെയോ രക്തസാക്ഷിത്വം എന്നതിനപ്പുറം അതിനൊക്കെ ഒരുപാട് മുൻപേ ഓരോ ശ്വാസത്തിലും ഈ രാജ്യത്തിനെ വീണ്ടെടുക്കാൻ വേണ്ടി ഗാന്ധി ഫാമിലി ആയാലും നെഹ്റു മുതലുള്ളവരായാലും ഗാന്ധിജി ആയാലും മറ്റ് സ്വാതന്ത്ര്യ സമര നേതാക്കളെല്ലാം നടത്തിയ പോരാട്ടങ്ങളെ അതിവൈകാരികമായിട്ട്, വൈകാരികം എന്ന് പറയുമ്പോൾ അതോടൊപ്പം ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ഒരു പുസ്തകമാണത്. നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻസോ തെറ്റിദ്ധാരണകളോ നമ്മളുടെ അടുത്തേക്ക് പിന്നെ അതിന് പ്രസക്തിയില്ല. ഫ്യൂച്ചറിൽ ഈ പറയുന്ന ഹിന്ദുത്വ സംഘ അജണ്ടകളെ എങ്ങനെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് സ്ട്രോങ് ഹിസ്റ്ററി ബേസിൽ പോരാടാം എന്നുള്ള ഒരു വെപ്പണാണ്, ഒരു സിമ്പിൾ വെപ്പണാണ് സുധ ചേച്ചിയുടെ ബുക്ക് ഇന്ത്യ എന്ന ആശയം എന്നാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് അതുപോലെ തന്നെ ഒരു 2025 വളരെ സോഫ്റ്റ് ഒരു സ്റ്റോറി ടെല്ലിങ്, ആനി വള്ളിക്കപ്പൻ്റെ ഒരു കാവൽക്കാരി എന്നുള്ള ഒരു പുസ്തകം ഇഷ്ടപ്പെട്ടു, വായിച്ചു. പിന്നെ നവമാലിക, കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ഓട്ടോബയോഗ്രഫി, ആളുടെ ആത്മകഥ പറയുന്ന നവമാലിക. പിന്നെ ഇൻറ്റീരിയർ കാസിൽ എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ബുക്കുകളൊക്കെയാണ് ഇപ്പോൾ ഈ അവസാനമായിട്ട് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഇൻറ്റീരിയർ കാസിലിനെ പറ്റി പറയുമ്പോഴാണ് ഇപ്പം ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ നോക്കുകയാണെങ്കിലും ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടായിട്ട് ഈ സ്പിരിച്വാലിറ്റി വരുന്നതും അല്ലെങ്കിൽ പ്രയേഴ്സ് വരുന്നതും ഒക്കെ കാണാൻ കഴിയും. ഇപ്പോൾ ലാസ്റ്റ് അവസാന ആഴ്ചകളിൽ നോക്കുകയാണെങ്കിൽ വേളാങ്കണ്ണി സന്ദർശിച്ചതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്പിരിച്വാലിറ്റിയെ ഡേ ടു ഡേ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്? പറഞ്ഞ പോലെ എനിക്ക് മൈ ലൈഫ് സ്റ്റൈൽ, അത്രയേ ഉള്ളൂ. പ്രാർത്ഥനയായാലും അത് ജീവിത ശൈലിയാണ്.
പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആക്രമണങ്ങളൊക്കെ രാജ്യത്ത് ഭയങ്കരമായി കൂടുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി അസേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ജേർണലിസ്റ്റുകൾ ഉൾപ്പെടെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇന്നത്തെ ഒരു ഇന്ത്യയിൽ ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിശ്വാസം ഫോളോ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഫോളോ ചെയ്യുന്നതിനോ ഒക്കെ പല രീതിയിലുള്ള അപ്രഖ്യാപിത വിലക്കുകളുള്ളൊരു കാലഘട്ടമാണ്. അപ്പം ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വേ ഫോളോ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഞാനിതിൽ ഇപ്പം ന്യൂനപക്ഷങ്ങൾ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന പ്രശ്നം എന്നതിനപ്പുറം ഭൂരിപക്ഷം സേഫാണോ? ഞാൻ പറയുന്നത് ദ റിയൽ വളരെ മഹത്തായ ഹൈന്ദവ സംസ്കാരം എന്ന് നമ്മൾ പറയുന്നത് സേഫാണോ എന്ന് കൂടി നമ്മൾ ആദ്യം സംസാരിക്കണം. ഇപ്പോൾ ജർമ്മനിയൊക്കെ ഒരുപാട് ചരിത്രമുള്ള, ഒരുപാട് സയൻറ്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ കാൾ മാർക്സിനെ വരെ ലോകത്തിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യത്തെ ഇന്ന് നമ്മൾ വരെ അല്ലെങ്കിൽ കുട്ടികൾ പോലും ജർമ്മനി എന്ന് കേൾക്കുമ്പോൾ ഹിറ്റ്ലർ, ഫാസിസം അല്ലെങ്കിൽ ഹോളോകോസ്റ്റ് അങ്ങനെയാണ്, അതാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. കുറേ നാൾ കഴിയുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തെ എങ്ങനെയായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് എങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു ആശങ്കയാണ്. കാരണം ഹൈന്ദവ സംസ്കാരം അത്രയും മഹത്തായ അല്ലെങ്കിൽ വലിയ വിശാലതയുള്ള സ്വീകാര്യതയുള്ള ഒരു കൾച്ചറിനെ, ഒരു മതവിശ്വാസത്തെ ഗാന്ധിജിയുടെ പേരിൽ അത്രയും മഹത്തരമായി രേഖപ്പെടുത്തിയ ഒന്നിനെ ഗോഡ്സെയുടെ പേരിൽ ടാഗ് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് വരുന്നത് ഒരു വലിയ ഭൂരിപക്ഷത്തിൻ്റെ തന്നെ കൺസേൺ ആണ്. എല്ലാ മനുഷ്യരുടെയും രാജ്യത്തെ വലിയൊരു കൺസേൺ ആണത്. ന്യൂനപക്ഷത്തിൻ്റെ ഇതിലേക്ക് വരാണെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധത എന്നുള്ളത് ഏതെങ്കിലും പർട്ടിക്കുലർ ന്യൂനപക്ഷത്തിൻ്റെ ഒരു പ്രശ്നം ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഞാൻ പല സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്ന, ബാബറി മസ്ജിദ് തകർത്തവർ തന്നെയാണ് മണിപ്പൂരിലെ ദേവാലയങ്ങളും നമ്മുടെ പുൽക്കൂടുകളും തകർത്തിട്ടുള്ളത്. അതുപോലെ ഗ്രഹാം സ്റ്റെയിനും അല്ലെങ്കിൽ സ്റ്റാൻസാമി എന്ന വൈദികനെ കൊന്നവർ തന്നെയാണ് ഈ പൗരത്വ നിയമം എല്ലാം ഇവിടെ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധത എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് അവരുടെ പ്രത്യയശാസ്ത്രത്തിലുള്ള കാര്യമാണ്, ഈ പറയുന്ന RSSൻ്റെയും അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെയും. അപ്പോൾ അതിനെ ഒരുമിച്ച് ചെറുക്കുക എന്നത് മാത്രമാണ് സൊല്യൂഷൻ. ഇനി ദളിതർക്ക്, ഭൂരിപക്ഷത്തിനോ ന്യൂനപക്ഷത്തിനോ ദളിതർക്കോ ഇതിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ പറയുന്ന തീവ്ര ഹിന്ദുത്വം എന്നതിനപ്പുറം മതേതരത്വത്തെ തന്നെയാണ് നമ്മൾ കൂട്ടുപിടിക്കേണ്ടത്. ഇതിലെല്ലാത്തിലും അപ്പുറം നമുക്കൊരു വേദന അല്ലെങ്കിൽ നമുക്കൊരു വിഷമം എന്ന് പറയുന്നത്, കേരളത്തിലെ ഇടതുപക്ഷം അവരുടെ പ്രത്യയശാസ്ത്രത്തെ തന്നെ മറന്നുകൊണ്ട് അധികാരത്തിലേറുന്നതിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ കൂട്ടി തമ്മിൽ തല്ലിക്കാൻ നോക്കിയ കാര്യങ്ങൾ നമ്മുടെ കൺമുൻപിൽ നടന്നു കഴിഞ്ഞു. പക്ഷേ കേരള ജനത അത് തിരിച്ചറിഞ്ഞു എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ഒരു ആശ്വാസം, കോൺഫിഡൻസ് ആണ്. കാരണം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷെ അധികാരത്തിന് വേണ്ടി മാത്രം വെരി ഡയറക്റ്റ് കമ്മ്യൂണൽ ആയിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ തമ്മിൽ തെല്ലിക്കുന്ന പാറ്റേൺ ഇടതുപക്ഷം എടുത്തത് മുൻപ് പറഞ്ഞ പ്രശ്നങ്ങളെ പോലെ തന്നെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ഇപ്പോൾ സ്പിരിച്വാലിറ്റി ഒക്കെ പറ്റി പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ലൈഫ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോൾ ഗുരുസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ നിർത്തിയിട്ടുള്ള ഒരാൾ PT തോമസ് ആണ്. PT തോമസ് പലപ്പോഴും സഭയുമായിട്ടും വിശ്വാസമായിട്ടും ഒക്കെ നേരിട്ട് ഇടേണ്ടി വന്നിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ മൂലം അല്ലെങ്കിൽ പാരസ്യ പ്രവർത്തനങ്ങളിലൊക്കെ അത് പലപ്പോഴും വലിയ ചർച്ചാ വിഷയമായി വന്നിട്ടുണ്ട്. അത്തരം ഒരാളുടെ കൂടെ ഒരു മെൻറ്റർഷിപ്പിൽ അങ്ങനെ ഒരാൾ നിൽക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ? ഓർമ്മകൾ ഇപ്പോൾ എല്ലാ PT-യുമായി ബന്ധപ്പെട്ട എല്ലാ KSCക്കാർക്കും ആ ഒരു കെയർ, അത് എല്ലാവർക്കും ഒരുപാട് പറയണം. പക്ഷേ എനിക്കതിൽ നിന്ന് കിട്ടിയ എനിക്ക് അവശേഷിപ്പുകൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് കോൺഫിഡൻസ് പറയാറ്, നമ്മളെ കോൺഫിഡൻസ് കളയാനായിട്ട് ചുറ്റും ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ തന്നെ നമ്മളെ എംപവർ ചെയ്യേണ്ട ആവശ്യം, നമ്മൾ തന്നെ നമ്മളെ പറ്റിക്കരുതെന്ന്. കാരണം ഞാൻ കോളേജിൽ ക്യാമ്പസിൽ ചെയ്ത കാര്യങ്ങൾ, അവിടെ PGക്ക് വരുമ്പോൾ UGയിൽ ചെയ്ത യൂണിയൻ ഭാരവാഹി ആയിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിക്കായിരുന്നു. അപ്പോൾ ലേഡി റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നപ്പോഴൊക്കെ ചെയ്ത കാര്യങ്ങൾ, ഞാൻ വാഷ്റൂം അല്ലെങ്കിൽ മെൻസ്ട്രൽ ഹൈജീൻ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കാര്യമൊക്കെ ചെയ്തു. അപ്പോൾ കോളേജിൽ ഓപ്പൺ സെലക്ഷൻ കലോത്സവത്തിന് വെച്ചു, അല്ലെങ്കിൽ സ്വയം പര്യാപ്തമാകുന്നതിൻ്റെ ഭാഗമായിട്ട് പെൺകുട്ടികൾക്ക് കരുത്ത്, അങ്ങനെ കുറേ ഞാനൊരു 8-9 കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന കാര്യങ്ങളായിരിക്കും PT ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാല്യൂ ചെയ്ത് കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ആൾ പറഞ്ഞത്. ക്യാമ്പസിൽ UC കോളേജിൽ കലോത്സവം അത്ര നാൾ വരെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാമ്പസിലെ കലോത്സവം ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞിട്ടായിരിക്കും യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ. അപ്പോൾ ക്യാമ്പസിലെ കലോത്സവം ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് വന്ന് തമാശ പോലെ ഗ്രൂപ്പ് ഇങ്ങനെ ഒപ്പനയായാലും തിരുവാതിരയായാലും മാർഗംകളിയായാലും ജസ്റ്റ് ഫൺ പോലെ കളിക്കും. അപ്പോൾ അത് തന്നെ ജസ്റ്റ് ഒരാഴ്ച കൊണ്ട് തട്ടിക്കൂട്ടിയാണ്
MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് കൊണ്ടുപോകാം. അപ്പോൾ യൂണിയൻ മീറ്റിംഗിൽ പറഞ്ഞത് നമുക്ക് മാസങ്ങൾ മുൻപ് ഓപ്പൺ ഓഡീഷൻ വെച്ച് ഫുൾ കോളേജിൽ ഓപ്പൺ ഓഡീഷൻ വെച്ച് പുറത്തുനിന്ന് പ്രൊഫഷണൽ ട്രെയിനറിനെ കൊണ്ടുവന്ന് യൂണിവേഴ്സിറ്റിക്ക് കോമ്പറ്റീഷന് വേണ്ടി കോളേജിൽ നിന്ന് ടീം ട്രെയിൻ ചെയ്യിപ്പിക്കണം. കോളേജിലെ കലോത്സവത്തിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് ടീമുകൾ ഇറങ്ങി ഫൺ പോലെ ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് UC-യുടെ ഒരു കൾച്ചർ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറിയും ആർട്സ് ക്ലബിന്റെ അഡ്വൈസറും ഇതായിരുന്നു, SFI ഭാഗമായിരുന്നു. അവരൊഴിച്ച് ബാക്കി എല്ലാവരും സൈൻ ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത്. അന്ന് ഞാൻ ലേഡി റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കുമ്പോൾ എൻ്റെ സ്കൂൾ കിട്ടിയ ഓറിയൻറ്റേഷൻ്റെ ഭാഗമായിട്ട് UC-യിൽ കൊണ്ടുവന്ന പുതിയൊരു സിസ്റ്റമാണ്. അപ്പം ഞാനത് ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞ് അതിനേക്കാൾ വലിയ കാര്യങ്ങളെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് വേറെ കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്ത്. അപ്പോൾ PT പറഞ്ഞത്, നീ ചെയ്ത ഇത്രയും കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ ഇതാണ് ഏറ്റവും വാല്യൂ ആയിട്ട് കാണുന്നത്. കാരണം നിങ്ങൾക്ക് അധികാരം കിട്ടിയപ്പോൾ നിങ്ങൾ ആ പോസ്റ്റിൽ ഇരുന്നത് കൊണ്ട് മാത്രം ആ സിസ്റ്റത്തിൽ ഉണ്ടായ ഒരു തെറ്റിനെ, തെറ്റായ ഒരു ശൈലിയെ ചേഞ്ച് ചെയ്തു, മാറ്റം വരുത്തി. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ മെൻസ്ട്രൽ ഹൈജീനിൻ്റെ ക്ലാസ് നടത്തി, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി അത് നടത്തി, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, അതൊക്കെ ബേസിക്സ് ആണ്. അതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ തന്നെ സ്വയം പറ്റിക്കരുത്. നമ്മളൊരു പോസ്റ്റിലിരിക്കുമ്പോൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതത്ര നമ്മൾ തലയിലേറ്റി നടക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇന്നും UC-യിൽ പല ഗ്രൂപ്പ് ഐറ്റത്തിന് ഫസ്റ്റും സെക്കൻഡും ഒക്കെ യൂണിവേഴ്സിറ്റി തലത്തിൽ കിട്ടുമ്പോൾ ശരിക്കും PT പറഞ്ഞത്, ഞാൻ ഓരോ സമ്മാനങ്ങൾ കിട്ടുന്ന പോസ്റ്റർ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്. അന്ന് നമ്മൾ ഒട്ടും പ്രൊഫഷണൽ അല്ലാതെ, ഒട്ടും പ്രാക്ടീസ് ചെയ്യാതെ കലോത്സവ വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന ക്യാമ്പസിൻ്റെ ഗ്രൂപ്പ് ഐറ്റംസ് നമ്മൾ ഒറ്റ ഒരു സ്റ്റെപ്പിൽ, ചെറിയൊരു സ്റ്റെപ്പ് കൊണ്ട് വലിയ മാറ്റമാണ് അവിടുത്തെ ആ സിസ്റ്റത്തിന് തന്നെ വരാൻ പറ്റിയത്. അപ്പോൾ നമ്മളെപ്പോഴും കാമ്പുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കും കൂടി ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾക്ക് ലഭിച്ച അവസരം, അധികാരത്തെ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എപ്പോഴും സെൽഫ് ചെക്ക് ചെയ്യണം. സെൽഫ് പ്രോഗ്രസ് കാർഡ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും, അതൊക്കെ ചെയ്താൽ മതി, ഇതൊക്കെ ചെയ്താൽ മതി. അതിനപ്പുറം അവനവനെ തന്നെ സ്വയം എന്നും പരിശോധിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് PT-യുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ഒരു പ്രോത്സാഹനമാണ്. കലോത്സവത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇടയ്ക്കൊന്ന് ചോദിക്കുകയാണ്, ഇപ്പം എപ്പോഴെങ്കിലും വിദ്യാർത്ഥി ജീവിതത്തിന്റെ ഇടയ്ക്ക് കലോത്സവങ്ങളുടെ ഭാഗമാവുകയും മത്സരങ്ങൾ പങ്കെടുക്കുകയൊക്കെ? ഇത് കോളേജിൽ അല്ലെ സ്കൂളിൽ നമുക്ക് ഇങ്ങനെ ഡാൻസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു അവസാനം ഒരു 9th മുതൽ +2 വരെ നമ്മൾ ഒപ്പന സ്റ്റേറ്റ് ടീമായിട്ട് പോയതാണ് കാർമൽ സ്കൂളിൽ നിന്ന്. അത് ഗ്രേസ് മാർക്ക് കിട്ടുന്നതുകൊണ്ടും പിന്നെ ആ ഗ്രൂപ്പിൻ്റെ ഒരു ഓളവും, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോയത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഇയർ നമ്മൾ പൈസ ഒരു പ്രശ്നമാണെന്നായിരുന്നു അന്ന് പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രശ്നം. ഇത്രയും വലിയ പൈസയൊന്നും UC-യിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന, ഒരുപാട് കഴിവുള്ള കുട്ടികൾ വരുന്ന ഒരു UC കോളേജിൽ സമ്മാനം കിട്ടും. MG യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പല ട്രെയിനേഴ്സും വളരെ ഫീസ് കുറച്ച് നമുക്ക് വേണ്ടി അത് ചെയ്തു തരും. കാരണം അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് നമ്മുടെ ക്യാമ്പസ്. അപ്പോൾ ഞാൻ ആദ്യത്തെ പരീക്ഷണം നടത്തിയത് എൻ്റെ ചാലക്കുടിയിലെ കാർമൽ സ്കൂളിലെ ഒപ്പന സാറിനെ UC-യിൽ കൊണ്ടുവന്ന് ചെറിയ, അവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ചെറിയ ഫീസിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഒപ്പന കയറി. അത് നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ വർഷം തന്നെ സെക്കൻഡ് A ഗ്രേഡ് MG-യിൽ കിട്ടി. പിന്നീട് ഫസ്റ്റൊക്കെ UC കോളേജിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല എല്ലാ ഐറ്റവും മാസങ്ങൾക്ക് മുൻപ് ഓപ്പൺ ഓഡീഷൻ ആക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ PT പറഞ്ഞിരുന്നു, ഇതുപോലെയുള്ള സ്റ്റെപ്സ് നിങ്ങൾ എടുക്കണം. അല്ലാതെ ബേസിക്കായിട്ട് ചെയ്യേണ്ട കുറേ സെമിനാറുകൾ, പരിപാടികൾ, അതിൽ നമ്മൾ സ്വയം തെറ്റിദ്ധരിച്ചു പോകരുത്. നമ്മളെ തന്നെ നമ്മുടെ കപ്പാസിറ്റിയെ കുറയ്ക്കരുത്. യു ഷുഡ് ടേക്ക് ദ സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മളൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഇത്രയും പറ്റുള്ളൂ, KSU-കാരി ആയതുകൊണ്ട് ഇത്രയും പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ജീവിത സാഹചര്യം, വീടിൻ്റെ സാഹചര്യത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും പറ്റുള്ളൂ എന്ന് ചിന്തിപ്പിക്കാൻ ലോകത്തിൽ പലരും നമ്മുടെ ചുറ്റുമുണ്ടാകും. ബട്ട് നമ്മളെ സെൽഫ് എംപവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. സെൽഫ് ചെക്ക് ചെയ്യേണ്ട, അവനവന് തന്നെ പരിശോധിച്ച് മാർക്കിടേണ്ട ഉത്തരവാദിത്വം അവനവൻ്റെ തന്നെയാണെന്നുള്ളത് PT പഠിപ്പിച്ച ഒരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്കുള്ളത്, ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ളൊരു ഇതുപോലെ. ഇപ്പോൾ എത്ര തിരക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് ഇടുക്കിയിലൊക്കെ PT-യുടെ കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കര തിരക്കും ദേഷ്യമൊക്കെയുള്ള സമയത്താണെങ്കിലും ഫാമിലി കോളുകൾ വരുമ്പോൾ, ഇപ്പോൾ ഉമ്മച്ചേച്ചി വിളിക്കുകയാണെങ്കിൽ പോലും ആ ഉമ്മച്ചേച്ചി പറയുന്ന വിഷയത്തെ അല്ലെങ്കിൽ ഭാര്യ പറയുന്ന വിഷയത്തെ അതിൻ്റെ പ്രാധാന്യത്തോടെ അതിൻ്റെ സോഫ്റ്റ്നെസ്സിൽ അത് ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ ടേക്കൺ ഫോർ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു വലിയ ഭാരവാഹിത്വം പ്രാധാന്യം നൽകേണ്ട ആവശ്യമില്ലാത്തൊരു KSU കുട്ടിയായിരുന്നു നമ്മളന്ന്. അപ്പം അന്ന് പക്ഷെ നമുക്ക് നൽകിയ ഒരു ഇമ്പോർട്ടൻസ്, നമുക്ക് നൽകിയ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ ബന്ധങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കാതെ ഏറ്റവും താഴെത്തട്ടിലെ ആളെയും, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ എത്ര ദേഷ്യപ്പെട്ടാലും എത്ര നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ടാവുമല്ലോ സംഘടനയിലും കുടുംബത്തിലും. പക്ഷെ അവരെ പോലും വാല്യൂ ചെയ്യുക.
നോബഡി ഈസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. എല്ലാവർക്കും വാല്യൂ ഉണ്ട് എന്നുള്ളത് എന്താ പറയുക, ലവ് ഈസ് റെസ്പെക്ട്. അത് എപ്പോഴും എവ്രി ഡേ ലൈഫിൽ ആൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ PT പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ പറ്റിയിട്ടും ഒക്കെ ആയിരിക്കും. അതുപോലെ നമുക്കിപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ബേസ് അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ പില്ലറായിട്ട് നിൽക്കുന്ന ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. ഇപ്പം ആനിനെ സംബന്ധിച്ചാണെങ്കിൽ ഭാരത് ജോഡോ യാത്രയിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കൊപ്പം ദിവസങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാരത് ജോഡോയിലെയും അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രാഹുൽ ഗാന്ധിയുടെ കൂടെ ഭാരത് ജോഡോ 19 ദിവസം കേരള പ്രദേശ് പദയാത്ര എന്നൊരു ഇതിൽ നമുക്ക് നടന്ന് നീങ്ങാൻ പറ്റി. അതൊരു വലിയ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ, ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ പേഴ്സണലി പറയുകയാണെങ്കിൽ എല്ലാവരും പറയും പൊളിറ്റിക്സിൽ ഇങ്ങനെ ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല, ലക്ഷ്യമാണ് മാർഗമല്ല എന്നാണ് കുറേ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുക. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗത്തിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും കമ്മ്യൂണൽ ശക്തികളോട് വർഗീയ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യാതെയുള്ള മാർഗത്തിലൂടെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പാടൂ എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. നോ കോംപ്രമൈസ് ടു കമ്മ്യൂണലിസം. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിനെ വ്യത്യസ്തനാകുന്നത്. അദ്ദേഹത്തിന് മാർഗത്തിലും ടു ബി സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം, നമ്മൾ സോഫ്റ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സെക്യുലർ ആയിരിക്കുക 100% എന്നുള്ളതൊക്കെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പലപ്പോഴും പലരും കോംപ്രമൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് തൻ്റെ മാർഗത്തിലും ക്ലാരിറ്റി ഉണ്ട്. ലക്ഷ്യത്തിനേക്കാൾ അപ്പുറം മാർഗത്തെ കൂടി പ്രാധാന്യത്തോടെ കാണുന്നത് ഒരു വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നിയാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഒരു ഇന്ത്യൻ സിറ്റുവേഷനിൽ ജെൻസിസിനോടൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ലീഡർ കൂടിയായിരിക്കും രാഹുൽ ഗാന്ധി. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ജെൻസിസും ആ രീതിയിൽ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ലാംഗ്വേജസിലേക്ക് വരുന്നു അദ്ദേഹം. ബോച്ചോരി 2ാം ഘട്ടത്തിൽ ആള് ഡയറക്റ്റ് ജെൻസികളെയാണ് വിളിക്കുന്നത്. ഈ രാജ്യത്തെ തിരികെ പിടിക്കാനായിട്ട് ജെൻസികൾ തെരുവിലിറങ്ങണം എന്ന് തന്നെ ആണ്. ഈവൻ ഡ്രസ്സിംഗ് സെൻസിലാണെങ്കിലും ആ ഒരു ടിപ്പിക്കൽ ഒരു എന്താണ് ഖദറിൽ നിന്ന് മാറി ഒരു ടീഷർട്ടിലേക്ക് കയറിയ ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ ആനെ സംബന്ധിച്ചാണെങ്കിൽ ടെക്നിക്കലി സ്പീക്കിംഗ് ആ ജെൻസി ജനറേഷനിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നിലവിലൊരു ജെൻസി രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല എന്നൊക്കെയുള്ള പഴികളൊക്കെ കേൾക്കുന്ന ഒരു സമയമാണ്. അതേസമയം അവരെപ്പറ്റി പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട്സും പല ഭാഗങ്ങളിൽ നിന്ന് വരാറുണ്ട്. എങ്ങനെയാണ് ആസ് എ ജെൻസി പൊളിറ്റിക്സിൽ നിൽക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? പൊളിറ്റിക്സിൽ നമ്മൾ നിൽക്കുമ്പോൾ അവരുടെ പുതിയ രീതികളിൽ ജെൻസികൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ജെൻസികളെ സ്വീകരിക്കാൻ കേരളം തയ്യാറാണ് എന്നതിൻ്റെ ലക്ഷണമാണ് എല്ലാ പാർട്ടികളിൽ നിന്നും. KSUവിൽ നിന്നൊക്കെ ഇപ്പോൾ ജയിച്ച ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ഒരിക്കലും ജയിക്കാത്ത ഡിവിഷനുകളിൽ നിന്ന് വരെ ജെൻസികളെയാണ് ജനം തിരഞ്ഞെടുത്തത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അവരത് പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കുന്നുള്ളൂ. പിന്നെ എനിക്കൊരു ഡിഫറൻസ് എന്ന് തോന്നിയത്, ഇപ്പോൾ അവർ റെഡി ടു സഫർ അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ടു സഫർ ആയിരുന്നു. സഹിക്കാനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ തയ്യാറായിരുന്നു അതിന് മുന്നുള്ളവർ. ജെൻസികൾ തുടക്കത്തിലെ നോ പറയാനും അവരവരുടെ പ്രൈവറ്റ് സ്പേസിനെ കുറിച്ചൊക്കെ ധാരണയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ജെൻസി. അവരവരുടേതായിട്ടുള്ള ഒരു ഭാഷയുള്ള അവരവരുടേതായിട്ടുള്ള കണക്ടിവിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റി, അതെ, ഒരു ഗ്ലോബൽ സിറ്റിസൺ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ജെൻസികളെ കുറിച്ച്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ വളരെ സീരിയസ് ആയ ചർച്ചകളിലൂടെയൊക്കെ പോയ സ്ഥിതിക്ക് അവസാനത്തെ ഒരു 5 മിനിറ്റ് നമുക്കൊരു റാപ്പിഡ് ഫയറിന് വേണ്ടിയിട്ട് നീക്കി വെക്കാം എന്നാണ് തോന്നുന്നത്. അതെ, ഒരു ജെൻസി സ്റ്റൈലിൽ തന്നെ ഒരു റാപ്പിഡ് ഫയറിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് അധികം ആലോചിച്ചിരിക്കാൻ കഴിയില്ല. വളരെ പെട്ടെന്ന് എന്താണോ സ്പോണ്ടേനിയസ് ആയിട്ട് ആദ്യം മനസ്സിൽ വരുന്നത് ആ ആൻസർ പറയുക എന്നുള്ളതാണ്. സോ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോൾ പൊളിറ്റിക്സിലേക്ക് അല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിലേക്കായിരിക്കും, എവിടെയായിരിക്കും നമുക്ക് ആൻ സെബാസ്റ്റ്യൻ എന്നുള്ള വ്യക്തിയെ കാണാൻ കഴിയുക? പൊളിറ്റിക്സ് അല്ലെങ്കിൽ ടീച്ചിങ്. എനിക്ക് ടീച്ചർ അല്ലെങ്കിൽ ലെക്ചർ ടീച്ചിങ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു ഓറിയന്റേഷൻ ഉണ്ടായിരുന്നു, ഒരു ടീച്ചിങ്ങിലേക്ക് വരിക എന്നുള്ളൊരു? ചെറുപ്പത്തിലെ സംഭവം എനിക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്നായിരുന്നു. അപ്പോൾ അത് വീട്ടിൽ സമ്മതിച്ചില്ല. അപ്പോൾ സ്കൂളിൽ ബയോമാക്സ് തന്നെ എടുക്കേണ്ട വന്നു +1 +2. അപ്പോൾ ഞാനിങ്ങനെ പറയും, എനിക്ക് ആർക്കിയോളജിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം. എനിക്ക് വലുതാവുമ്പോൾ ആർക്കിയോളജിസ്റ്റ് ആവണം. അപ്പോൾ മമ്മിയുടെ അടുത്തൊക്കെ ഞാൻ പറയും, ഈ ഹ്യൂമാനിറ്റീസ് എടുക്കാത്തതുകൊണ്ട് ഇനി വേറെ സെപ്പറേറ്റ് ഇരുന്ന് പഠിക്കണം. എനിക്ക് ഇനി ബിബ്ലിക്കൽ ആർക്കിയോളജിസ്റ്റ് ആയിട്ട് ഞാൻ മമ്മീനെ ജോർദാനിലൊക്കെ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഇനി എക്സ്ട്രാ പഠിക്കേണ്ടി വരും, കഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ ബിബ്ലിക്കൽ ആർക്കിയോളജിസ്റ്റ് ആവും എന്നൊക്കെയാണ് മമ്മിയുടെ അടുത്ത് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് UC കോളേജിൽ BA ഹിസ്റ്ററി വിത്ത് ഡിപ്ലോമ ആർക്കിയോളജിയാണ്. അങ്ങനെയാണ് UCയിൽ എത്തുന്നത്. പക്ഷേ അവസാനം അത് ഇങ്ങനെയൊക്കെ ആയി പോയി. ഓക്കെ, 2025 കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ഇഷ്ടപ്പെട്ട സിനിമ എക്കോ. സിനിമ കാണുന്ന സ്വഭാവം ഉണ്ടോ അങ്ങനെ നിരന്തരം? സിനിമ എല്ലാ സിനിമയും കാണില്ല, എന്നാലും കാണാറുണ്ട്.
എക്കോ ഇഷ്ടപ്പെട്ടു. പൊളിറ്റിക്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് എന്തായിരിക്കും മനസ്സിലേക്ക് വരിക? ഇഷ്ടപ്പെട്ടത് ഒരെണ്ണം, ഇഷ്ടപ്പെടാത്ത ഒരെണ്ണാണോ അല്ലെ? എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ടതും പെടാത്തതും ഒരു കാര്യം, പൊളിറ്റിക്സിന്റെ ഒരു അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം, രണ്ടും ഒരു മറുപടി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, സ്പോർട്സിൽ ഇൻട്രസ്റ്റഡ് ആണോ അതോ സ്പോർട്സ് കാണാറുണ്ടോ? ആരാണ് ഇഷ്ടപ്പെട്ട സ്പോർട്സ് പേഴ്സൺ? സ്പോർട്സ് പേഴ്സൺ ഇപ്പോൾ ഇഷ്ടപ്പെട്ടത് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആണ്. ഭയങ്കര സ്പോർട്സ് ഫോളോ ചെയ്യുന്ന ആളല്ല, എന്നാലും അത്യാവശ്യം ശ്രദ്ധിക്കുന്നു, ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അവസാനമായിട്ട് ഇപ്പോൾ KSUവിൻ്റെ ഒരു ലീഡർഷിപ്പിൽ നിൽക്കുകയാണ്. ബട്ട് ഒരു ഇത്രയും വർഷത്തെ ഒരു KSU ഇടപെടലുണ്ടാവും ഡിഗ്രി മുതലുള്ള കാലഘട്ടത്തിൽ. ഇതിലൊരു KSUവിലെ ഒരു പ്രവർത്തക എന്നുള്ള രീതിയിൽ ഏറ്റവും മനസ്സിലേക്ക് വരുന്നൊരു ഓർമ്മ എന്തായിരിക്കും? ബെസ്റ്റ് മെമ്മറി എന്ന് അങ്ങനെ ഒരു ഓർമ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും എന്താ പറയുക, നമ്മൾ ആ യൂണിയൻ നമുക്ക് ഡിഗ്രി പിന്നീട് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കോളേജിൽ, UC കോളേജിലെ NR ബ്ലോക്കിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങിയാണ് റിസൾട്ട് ഇങ്ങനെ ഓരോ സീറ്റും എണ്ണി ജയിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ അന്ന് പിന്നെ PGക്ക് യൂണിയൻ തിരിച്ചു പിടിക്കുന്ന അതൊരു എന്നും മനസ്സിലെ ഒരു എവർഗ്രീൻ മെമ്മറിയാണ്. പിന്നെ അതുപോലെ തന്നെ CMSൽ യൂണിയൻ തിരിച്ചു കിട്ടുന്നത്. ഞാൻ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കോട്ടയത്തേക്ക് വന്നതിന് ശേഷം അവിടെ നമുക്ക് അതിന് തൊട്ട് മുന്നുള്ള സമയത്തൊക്കെ കപ്പിനും ചുണ്ടിനും ഇടയിൽ ചെറിയ വോട്ടുകൾക്കാണ് നഷ്ടപ്പെട്ടു പോകുന്നത് യൂണിയൻ. അപ്പം അത്രയും പതിറ്റാണ്ടുകളുടെ ഒരു കോട്ട പൊളിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ഭയങ്കരമായിട്ടുള്ള വയലൻസും അക്രമമൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ സമയത്തൊരു ടെൻഷൻ ഉണ്ടെങ്കിലും അവിടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇത്രയും വയലൻസ് ഇവിടെ ഉണ്ടാവണമെങ്കിൽ അകത്തത്തെ നമ്മളൊക്കെ പുറത്താണ് നിർത്തിയാണ് പോലീസ്. അപ്പോൾ അകത്ത് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന ഒരു ഇതായിരുന്നു, ഇങ്ങനെ കല്ലേറും അടിയും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതാണ്, ഈ വർഷമാണ് 2025 CMSന്റെ കോട്ട പൊളിയാൻ പോണേ എന്ന് നിന്ന് ആ റിസൾട്ട് അത് അറിയുന്ന ഒരു മൊമെൻറ്റ് ബെസ്റ്റ് മെമ്മറിയാണ്. പിന്നെ KSU ലൈഫിൽ കുറേ ഉണ്ട്. പിന്നെ ഈ വാളയാർ മുതൽ വണ്ടിപ്പെരിയാർ വരെ ഈ പറയുന്ന ആ കൊല ചെയ്യപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ നീതിക്ക് വേണ്ടി ജ്യോതി പ്രയാണം നടത്തിയിരുന്നു. അപ്പോൾ അത് വനിതാ വൈസ് പ്രസിഡന്റുമാർ, യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും. അപ്പോൾ അങ്ങനെ നമുക്കത് ലീഡ് ചെയ്ത് നടത്താൻ പറ്റിയിരുന്നു. ഒരു ക്യാമ്പസുകളിലൂടെ ഈ ഒരു ക്രൂരത പറഞ്ഞുകൊണ്ട് അന്ന് വണ്ടിപ്പെരിയാറിൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ വാളയാർ മുതൽ വണ്ടിപ്പെരിയാർ വരെയുള്ള ഒരു ചെറിയൊരു ആക്ടിവിറ്റി ആയിരുന്നു, ഒരു ലീഡർഷിപ്പ് ആക്ടിവിറ്റി ആയിരുന്നു. അതെനിക്ക് ഒരു ബെസ്റ്റ് മെമ്മറിയാണ്. 2026 എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ UDFനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. അത്തരത്തിൽ എല്ലാവിധമായ ആശംസകളും തെരഞ്ഞെടുപ്പിന് നേരുന്നു. ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു.